VN എടുക്കുക. VN എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം. ഈ ഒരു പ്ലസ് ഐക്കൺ, ഈ പ്ലസ് ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പ്രൊജക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഈ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. അതിൽ വീഡിയോ ബേസ്ഡ് ഉണ്ട്, മ്യൂസിക് ബേസ്ഡ് ഉണ്ട്. നമുക്ക് നോക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ളത് വീഡിയോ ബേസ്ഡ് ആണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് ഇവിടെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറയും. മറ്റുള്ള ആപ്പുകൾ പോലെ തന്നെ സെയിം തന്നെയാണ്, ചെറിയ 1-2 വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം. ഇപ്പോൾ ഞാൻ ഒരു 2 വീഡിയോ ഇട്ട് കൊടുക്കുകയാണ്. സെലക്ട് ചെയ്ത് കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. അപ്പൊ അത് പ്രോസസ്സിങ്ങിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ വീഡിയോ വേണ്ടിയിട്ട് അത് ഭയങ്കര സൈസ്, ഫ്രെയിം റേറ്റ് കൂടുതൽ, കാരണം ഇതിൽ പ്ലേ ആവാൻ സ്ലോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇതിൻ്റെ 2.5 മിനിറ്റ് ആണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇതിന് ലാസ്റ്റ് ഒരു വീഡിയോന്റെ ഒരു ക്ലിപ്പ് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ നമുക്കിവിടെ ഇത്രേ ഉള്ളൂ. നമുക്ക് പ്രോ പ്ലാൻ ആക്റ്റീവായി യൂസ് ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു. ഒരു ലാസ്റ്റ് ഒരു ക്ലിപ്പ് കിടക്കുന്നുണ്ട്, ഡിലീറ്റ് ചെയ്തോളെ. പിന്നെ ഇതിലിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ചെറിയൊരു ക്ലിപ്പ് കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, അത് ഭയങ്കര ഈ ഫ്രെയിം റേറ്റ് കൂടിയ കാരണമാണ് ഇത് നോക്കാം. ഓക്കെ, താങ്ക് യു. തൈകളൊക്കെ ഉണ്ട്, ഇതൊക്കെ എന്നിട്ട് അത് നേരത്തെ ഉള്ള പോലെ തന്നെ നമുക്ക് ഇപ്പൊ അതില് ഒരു ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. മ്യൂസിക് അല്ലെങ്കിൽ എഫക്റ്റ് എന്നുള്ള പോലുള്ള സംഭവം. എഫക്റ്റിൽ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോ ചെറിയ സൗണ്ടിന്റെ എഫക്റ്റുകളായിരിക്കും, സൗണ്ട് ക്ലിപ്പുകളൊക്കെ നമ്മളൊരു ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു കോമഡി പോലൊക്കെ ഉപയോഗിക്കുമല്ലോ അത്. പിന്നെ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ സൗണ്ട്, ഒരു ഇപ്പൊ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എലമെന്റ് എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ. പിന്നെ അതുപോലെ ഫണ്ണി ആയിട്ടുള്ള ഈ ഒരു സംഭവം ഇപ്പൊ നമ്മള് എപ്പോഴും ഉപയോഗിക്കുന്ന, എപ്പോഴും കേൾക്കുന്ന സൗണ്ടാണ് അത്. പിന്നെ ഓരോ മെഷീൻ ബേസ്ഡൊക്കെ ആയിട്ടുള്ള അത്, കീബോർഡിന്റെ സൗണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ഇപ്പോൾ സ്ക്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ പോകുന്നുണ്ടെങ്കിൽ അതിനൊരു സൗണ്ട് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ റെയിൻ അല്ല വെതർ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇതുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ, ഇപ്പൊ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് വീഡിയോ എടുത്ത് അതിലുള്ള സൗണ്ടിന് പകരം നമുക്ക് വേറൊരു ഓഡിയോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതിലുള്ള ഓഡിയോക്ക് പകരം നമുക്കൊരു ഓഡിയോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു റെക്കോർഡ് കൊടുക്കുക, ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന്റെ ആ ഒരു റെക്കോർഡിങ് സ്റ്റാർട്ടായിട്ട് അങ്ങനെ അതിൻ്റെ ഒപ്പം വീഡിയോയും പ്ലേ ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും. എപ്പോഴാണ് നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ട് ഈ വീഡിയോ നോക്കിയിട്ട് തന്നെ ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു സെറ്റപ്പ് ഇതായി. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോകളൊന്നും നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല. സാധാരണ ഇപ്പം നമ്മളൊരു പുറത്തൊക്കെ ഉള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല വിഷ്വൽസ് ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ ആണല്ലോ ആ ഒരു സംഭവത്തിനെ പറ്റി. അത് ഓക്കെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആ ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ വന്നു. ഓക്കെ, ഞാനിപ്പോ ഇതിപ്പോ പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ
2 ഓഡിയോ കൂടി ഉണ്ടാവും. അപ്പോൾ ഇതിലുള്ള ഈ ഒരു ഓഡിയോ എന്ത് ചെയ്യാം, ഈ വീഡിയോയിലുള്ള ഓഡിയോ പോസ് ചെയ്ത് അല്ലെങ്കിൽ മ്യൂട്ട് ആക്കിയിട്ട് എന്നിട്ടത് കൊടുത്തു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞ വീഡിയോ അതിൻ്റെ ഒപ്പം വീഡിയോ പ്ലേ ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും എപ്പോഴാണ് നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ച്. ഇപ്പോൾ എൻ്റെ ലിപ് മൊമെൻറ്റും മറ്റേ ഓഡിയോയും തമ്മിൽ ഇതല്ല, അതായത് രണ്ടും രണ്ട് രൂപത്തിലുള്ളതാണ്. അങ്ങനെയാണ് ഒരു വോയിസ് ഓവർ കൊടുക്കുന്നൊരു കാര്യം. പിന്നെ ഇതില് ഈ ഒരു വീഡിയോ ആദ്യം നമ്മൾക്ക് എന്ന് വെച്ചാൽ അത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക, അതിൽ എവിടേക്കാണ് ഇപ്പൊ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതെന്ന് നോക്കാനൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ഒരു സ്പ്ലിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ കൊണ്ടുപോയിട്ട് ഈ ഒരു മഞ്ഞ ഇത് കാണുന്നുണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് അത് മൂവ് ചെയ്യാനും പിന്നെ ഇങ്ങനെ മൂവ് ചെയ്യാനും അതിൻ്റെ ഇതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ആപ്പ് ചില സമയത്തൊരു ഇതാ. അങ്ങനെ ഇതിൻ്റെ ഇവിടെ ഇപ്പോൾ നമുക്ക് വേണ്ട സ്ഥലത്ത് കട്ട് ചെയ്യാനും അത് ഒഴിവാക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇത്ര ഭാഗമാണ് ഇപ്പോൾ കട്ട് ചെയ്ത് കളയേണ്ടത്, അപ്പോൾ ഇവിടെ ചെറിയൊരു സ്പേസ് മാത്രമാണ് കട്ട് ചെയ്ത് കളയേണ്ടത് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊരു ചെറിയൊരു ക്ലിപ്പായിട്ട് ഇവിടെ കിടക്കുന്നു, അത് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ അത് സംഭവം അവിടുന്ന് പോയി. ഓക്കെ, അപ്പോൾ ആ രൂപത്തിലാണത് കട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇതിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് മുന്നേ ചെയ്ത പോലെ തന്നെ. ഇപ്പോൾ എന്തെങ്കിലും ടെക്സ്റ്റൈൽ കൊടുക്കുന്നുണ്ട്, ഹെഡിങ് അല്ലെങ്കിൽ സബ് ഹെഡിങ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ളൊക്കെ. അപ്പോൾ ഹെഡിങ് എന്നുള്ള രൂപത്തിൽ തന്നെ സംഭവം കൊടുത്തിട്ട് നമ്മൾ അതിനെന്താ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. സോറി, അതിൻ്റെ മുമ്പ് ഞാനൊരു ടെക്സ്റ്റൈൽ കൊടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ആ ഒരു ടെക്സ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ബോൾഡ് ആണോ എന്താണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫോണ്ടിന്റെ സൈസ് കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. അതുപോലെ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ഇതിലും ഇതാക്കിയിട്ട് തന്നെ ഇപ്പോൾ ഞാനിത് സ്ക്രീനിൽ സെലക്ട് ആയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു സംഭവം ഇങ്ങനെ കാണിക്കും. ആ പൊസിഷൻ ഇങ്ങനെ സ്ക്രീനിലുണ്ട്, ഒരു കളർ, ഒരു പിങ്ക് കളറായി, ഒരു മജന്ത കളറായിട്ടുള്ള ഒരു ഇത് വരുന്നത്, ലൈന് വരുന്നത്. ഇപ്പോൾ സെൻട്രലാണ് എന്നുള്ള രൂപത്തിലേക്ക് കാണിക്കും. പിന്നെ ഇതിലിപ്പോൾ അതിൻ്റെ സ്റ്റൈലുകൾ ബോൾഡ് ആണോ, എവിടെ അലൈൻമെന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ സാധാ പോലെ തന്നെ ഇപ്പോൾ ലെറ്റർ സ്പേസിങ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അത്. അതുപോലെ ലൈനിന്റെ സ്പേസ് ഇതാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ 2 ലൈൻ ഉണ്ടെങ്കിലൊക്കെയാണ് അത് കാണാൻ കഴിയുള്ളൂ. പിന്നെ ഇതില് ഫോണ്ടിന്റെ പിന്നെ ഇത് മാറ്റാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയാ, ഓരോ ഫോണ്ട് ഏതാണ് ഫോണ്ട് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു നേരത്തെ അല്ല, ഇത് ഇംഗ്ലീഷിലാണ് ഇതാക്കിയത്. ഇപ്പോൾ സപ്പോസ് ഞാൻ മലയാളത്തിലും കൂടി വേണമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഒരു സംഭവത്തിന്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഒരു മലയാളം സംഭവം കൂടി വേണമെന്ന് വിചാരിക്കുക. നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും അതിലുണ്ട്. ആ ഒരു ഇത് വന്നു, അതിൻ്റെ സൈസ്. ഈ ഒരു FF എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോണ്ടുകൾ കാണിക്കും. അപ്പോൾ ഏതാണ് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഫോണ്ടുകൾ ഞാൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ കിട്ടും നമുക്ക്.
പിന്നെ മുമ്പ് ചെയ്ത പോലെ തന്നെ അത് ഡ്രാഗ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് ആ വീഡിയോക്ക് വേണം എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഇതിന് ലാസ്റ്റ് വരെ ആ ഒരു സംഭവം ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലുള്ളൂ അത് വരും. കേട്ടോ, ലാസ്റ്റ് വരെ എത്തി. അപ്പോൾ ഒരു ലാസ്റ്റ് വരെ ആ ഒരു ടെക്സ്റ്റ് കാണി. പിന്നെ ഇതിൽ വരുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഫൂട്ടേജ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റിക്കർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഞാനൊരു ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് കൊടുത്തു. ഫുട്ടർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇപ്പൊ നമ്മള് PIP അല്ലെങ്കിൽ ഒരു ഇതിന്റെ ഒപ്പം കാണിക്കുന്ന ഒരു രൂപത്തിലുള്ള ഒരു സംഭവം തന്നെ കേട്ടോ. ഇങ്ങനെ അതും നമുക്ക് എത്ര ലെങ്ത് വേണം അല്ലെങ്കിൽ എവിടെ വേണം, ഇനിയിപ്പോ ഇവിടെ സ്റ്റാർട്ടിങ്ങിലല്ല, അപ്പൊ ഇതുമ്പോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ അത് അവിടെ വന്നിട്ട് ആദ്യം ഇല്ല, പിന്നെ ഇവിടുന്നായിരിക്കും ഇതായി വരുന്നുണ്ടാവും. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇതിന്റെ സൈസ് ഇതാക്കിയിട്ടും കുറച്ചിട്ടും കൂട്ടിയിട്ടും എല്ലാം ഇതാവാം. പിന്നെ ഇതുമ്പോ തന്നെ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ മോഷൻ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ സപ്പോസ് ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കും കണ്ടോ, ഫെയ്ഡ് ആയിട്ട് വരണ്ടെങ്കിൽ സ്കെയിൽ ഈ രൂപത്തിലാണ് സ്പിൻ സ്പിന്നായിട്ടാണ് അതിൽ അങ്ങനെ വേണ്ടിച്ച അതോ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അത് ഇന്നും ഉണ്ട് ഔട്ടും ഉണ്ട്. അപ്പൊ എങ്ങനെ ഇതിലേക്ക് വരുന്നത് എങ്ങനെയാണ്, ഇപ്പൊ അതെങ്ങനെയാണ് ഔട്ടായി പോകേണ്ടത് നമുക്ക് സംഭവങ്ങൾ കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യണം എന്നുള്ള ഉണ്ടെങ്കിൽ, സപ്പോസ് ഞാൻ ഈ ഒരു സംഭവം ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇവിടെ ഒരു ക്ലിപ്പ് ആഡ് ആയിപ്പോയി. അതിനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ കവർ, ഈ ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മള് തമ്പനെയിൽ പോലെ ഇതാക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വീഡിയോന്റെ കവർ ഫസ്റ്റ് നമുക്ക് ആ ഒരു ഇതിൽ കാണാൻ ഉള്ളതായിട്ട്. അപ്പോ ഇവിടെ കവർ ടെംപ്ലേറ്റ് ഉണ്ട്. കവർ ടെംപ്ലേറ്റ് ഉണ്ട്. പിന്നെ എന്താ പറയാ, നമുക്ക് വേറൊരു ഇമേജ് ഇപ്പൊ നമുക്ക് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ഇവിടെ കൊടുന്ന് ഇടാനെല്ലാം പറ്റും. ഇതാക്കിയിട്ട് ഡിസൈൻ ചെയ്ത്. പിന്നെ ഇപ്പൊ നമുക്ക് ഈ രണ്ട് ക്ലിപ്പിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ ഇത് ഇതിന്റെ ഒരു ജോയിനിങ് സംഭവങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം, ആ ഒരു ഇത് കൊടുക്കുക. അതായത് അതിന് പറയാ നമ്മള് പിന്നെ ട്രാൻസിഷൻ എന്ന് പറയും. അപ്പൊ ട്രാൻസിഷൻ എഫക്റ്റ് നമുക്ക് കൊടുക്കണം. ഇപ്പൊ ഈ ഒരു എന്താണ് ഈ ഇമേജ് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റത്തെ ഒരു ക്ലിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തേക്ക് പോകുമ്പോൾ ഈ രൂപത്തിലായി ഒരു വൈറ്റ് ഇതുകൊണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അങ്ങനെ കൊടുക്കാം. ഉണ്ടോ, പല രൂപത്തിലുള്ള ഇതുകളുണ്ട്. ഒന്ന് മങ്ങി പോകുന്ന രൂപത്തിൽ, ഒന്ന് ഷെയ്ക്ക് ആയിട്ട് പോകുന്ന രൂപത്തിൽ, ഇതൊക്കെ ഇത് ഓരോ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഓരോ രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് കാണുമ്പോൾ ഒരു ചെറിയൊരു അട്രാക്ഷൻ ഉള്ള ഇതായിട്ടാണ് വരിക. ഇതൊക്കെ പിന്നെ ഒരു പഴയൊരു മോഡലുള്ളതാണ്. ഇപ്പൊ നമുക്ക് ചെറിയൊരു സിമ്പിളായിട്ട് വരുന്ന ഇതുപോലെയൊക്കെയുള്ള ഇതായിട്ടാണ്, വളരെ സിമ്പിളായിട്ടൊക്കെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഇവിടെ ഉണ്ട്. ഈ ഒരു ട്രാക്കിൽ ഇങ്ങനെ കാണുന്ന ഒരു പ്ലസ് ഐക്കൺ കാണും. ആ പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. രണ്ട് വീഡിയോ തമ്മിൽ മെർജ് ആവാൻ അല്ലെങ്കിൽ ഒരു ഇതാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇതിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഫിൽട്ടർ കാര്യങ്ങൾ ഇതൊക്കെ. അപ്പോൾ ഓരോ കണ്ടോ കളർ ഓരോ ഇത് മാറിയിട്ടെല്ലാം വരുന്നത്.
നമുക്ക് ഏത് വേണം അല്ലെങ്കിൽ അതിന്റെ ആവശ്യമുണ്ടോ നോക്കിയിട്ടൊക്കെ ചെയ്യാം. അതുപോലെ അതിന്റെ എക്സ്പോഷർ, പിന്നെ കോൺട്രാസ്റ്റ് കുറക്കാനും കൂട്ടാനും ഇതൊക്കെ ആയിട്ട് കണ്ടോ. അത് നമുക്ക് എത്രത്തോളം വേണം ഓരോ വീഡിയോന്റെ കളർ ഗ്രേഡിങ്ങും അത് ഇതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സാധാരണ സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ എടുത്ത അതുപോലെ തന്നെ ഒരു ഒറിജിനൽ ഇത് രൂപത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതിലെ കുറച്ചുകൂടി ഒക്കെ കളറ് കൂട്ടാനോ കുറക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്പെൻസ് ഓൺ ഒരു ആവശ്യത്തിന് ഇതിനനുസരിച്ചിട്ടൊക്കെ. ഷഫീഖ, നമ്മൾ ഈ ലെറ്റർ കൊടുക്കുന്നില്ലേ, ടെക്സ്റ്റ് കൊടുക്കുന്നില്ലേ, അത് നമുക്ക് ഇങ്ങനെ ആനിമേഷൻ ചെയ്യുമ്പോൾ ആക്കി എടുക്കാൻ പറ്റുമോ? ചെറുതായിട്ടൊക്കെ ഇതിലുണ്ട്, ഞാൻ കാണിച്ചത്. ഇപ്പോൾ ഈ ഒരു സംഭവം ഇതൊരു ടെക്സ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കൊടുത്ത ടെക്സ്റ്റ് കാണുന്നുണ്ടോ? അപ്പോ അതില് എവിടെ ഇതിന്റെ മോഷൻ റെക്കോർഡിങ് സ്റ്റാർട്ടായിട്ട് അങ്ങനെ അതിൻ്റെ ഒപ്പം വീഡിയോ പ്ലേ ആയിട്ടൊക്കെ ആ ഒരു റെക്കോർഡിങ് ഇതില് ഇപ്പൊ ഞാനിപ്പോ ഈ ചെയ്തത് ചെറിയൊരു അനിമേഷൻ ഇതാണ്. പക്ഷെ അത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതില് കൂടുതൽ വരുന്നത് ഈ ഒരു കീ ഫ്രെയിം മറ്റാ ചെയ്തിട്ട് അല്ല കൊടുത്തിട്ട് കാര്യമില്ല. ഇതിൽ ഈ മോഷൻ എന്ന് കാണുന്ന ഇതിലാണ് വരുന്നത്. അതില് നമ്മൾ വന്നിട്ട് പിന്നെ എന്ത് വെച്ചാല് ഇത് ആദ്യം ഇന്നും ആ ഒരു റെക്കോർഡ് പിന്നെ ഔട്ട് കൊടുത്തു നോക്കാം. അതിനുശേഷം നമുക്ക് ലൂപ്പിൽ വരും. ലൂപ്പിൽ വന്നിട്ട് ആ ഒരു റെക്കോർഡിങ് സ്റ്റാർട്ടായിട്ട് അങ്ങനെ ഇതുപോലൊക്കെയാണോ റെക്കോർഡിങ്? ഇപ്പൊ ഈ ഒരു സംഭവം ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ? ആ ഒരു റെക്കോർഡിങ് സ്റ്റാർട്ടായിട്ട് അങ്ങനെ ഈ ഒരു ടെക്സ്റ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ? അതുപോലെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. ഇപ്പോ റെക്കോർഡിങ് സ്റ്റാർട്ടായിട്ട് ഹാർട്ട് ബീറ്റ് പോലെ ആ ഒരു റെക്കോർഡിങ് സ്റ്റാർട്ടായിട്ട് അങ്ങനെ ആ ഒരു റെക്കോർഡിങ് സ്റ്റാർട്ടായിട്ട് അങ്ങനെ ഇത് ലൂപ്പാണ്. അതായത് അതങ്ങനെ ലൂപ്പിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതിപ്പോ എത്ര സെക്കൻഡ് വേണം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ മെൻഷൻ കൊടുക്കാം. ഇത് പറ്റും. ആ ഒരു റെക്കോർഡിങ് സ്റ്റാർട്ടായിട്ട് അങ്ങനെ സ്പീഡ് കൂട്ടാനും കുറക്കാനും അങ്ങനെ പല അനിമേഷൻ അല്ലെങ്കിൽ ഒരു ഇതുകളുണ്ട്. ഇതിൽ വളരെ കുറവാണുള്ളത്. എങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഇതുപോലൊക്കെ തന്നെ. നമ്മളിപ്പോ ലെറ്റർ ഇങ്ങനെ നീങ്ങി പോകുന്ന രൂപത്തിലാണ് പറഞ്ഞത്.
ഇങ്ങനെ മൂവ് ചെയ്തിട്ട് പോകുന്ന രൂപത്തിലോ? ആ അതെ അതെ. അങ്ങനെ ഇതില് ഒരൊറ്റ മൂവ് മാത്രമേ ഉള്ളൂ വരുന്നത്. അതായത് ഈ പിന്നെ എഫക്റ്റ് ഇതുണ്ടല്ലോ, അത് ജസ്റ്റ് 4 പ്രാവശ്യം. ഇപ്പോൾ ഇവിടെ ഓരോ ഡോട്ടുകൾ കാണുന്നുണ്ടാവും, 1 2 3 4. ആ 4ാമത്തെ ഇതില്ല, അതിപ്പോ 1 ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നത്, 2 താഴേക്ക് മൂവ് ചെയ്യുന്നത്, 3 റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത്, 4 മുകളിലേക്ക് മൂവ്. അങ്ങനെയാണ് ഇതിന്റെ വരുന്നത്. അത് ലിമിറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ഉള്ളൂ. ഇപ്പൊ നമുക്ക് ന്യൂസ് ചാനൽ അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ അങ്ങനെയല്ല. ഇത് മറ്റ് പല ആപ്പിലും ഉണ്ട്, ഇതില് ഇല്ലാത്തതുള്ളൂ അങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത്. പിന്നെ ഇതില് ഫോണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഫോണ്ട് സെലക്ട് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഇത് കൂടി ആഡ് ചെയ്യാം. ഇതിൽ ഫോണ്ടിൽ വരിക, നമുക്ക് പല ഫോണ്ടുകളും ഇവിടെ ലഭ്യമാണ്. മലയാളം അതൊക്കെ ഉണ്ട്. മലയാളം ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ ഇവിടെ ആഡ് ഫോണ്ട് എന്ന് കാണാം. ഈ ഫോണ്ട് എടുത്തിട്ട് ആഡ് ഫോണ്ട്, മറ്റുള്ള അതേ ആപ്പുകൾ പോലെ തന്നെ ഇതിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു ഫോൾഡറിൽ ഈ ആപ്പിൾ ഈ ഫോണ്ടുകളെല്ലാം ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഏത് ഫോണ്ടാണ് വേണ്ടത്. അപ്പോൾ ആ രൂപത്തിലുള്ള ഫോണ്ട് ഇതായിട്ട് വരും. ഓരോ ഫോണ്ട് മാറുന്നതിനനുസരിച്ചിട്ട് ആ ഒരു സംഭവം, അതിൻ്റെ സ്റ്റൈല് മാറും. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് ഇതായി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഇതാവും. നിങ്ങളിന്ന് മറ്റേ ആ ഒരു എന്താ പറയാ, ഞാൻ അതിലേക്ക് വരാം. ചെയ്ത വീഡിയോന്റെ താഴെ ഒരു നമ്പർ കൊടുത്തിരുന്നല്ലോ, അത്
അത് ക്യാൻവ വെച്ചിട്ടാ ചെയ്ത് തോന്നുന്നുണ്ട് അല്ലേ? ആ ആ അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് ഈ ഏതെങ്കിലും ആപ്പ് ഉപയോഗിച്ചാൽ മതി. അതാണ് ഞാൻ ഈ ആപ്പ് ഫസ്റ്റ് തന്നെ പറഞ്ഞത്. ഓക്കെ. ഇൻഷോട്ടോ അല്ലെങ്കിൽ ഇൻഷോട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട്. അപ്പൊ എനിക്ക് അത് കണ്ടപ്പോൾ തോന്നി അത് ക്യാൻവ ആണ് എന്നുള്ളത്. അപ്പോ ഇത്ര ഇതായിട്ടുള്ളൂ. ഇപ്പോ ഇങ്ങനെ ഇതുപോലെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും. പിന്നെ ഇതിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ട്രിമ്മ് പിന്നെ ഞാൻ പറഞ്ഞു ഈ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറക്കാനും കൂട്ടാൻ അല്ല, അതിന്റെ സൈസ് മീൻസ് കട്ട് ചെയ്യാൻ, ട്രിം ചെയ്യാന്നുള്ള മീനിങ്ങിൽ. പിന്നെ ഈ ഒരു സംഭവം സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാൻ. പിന്നെ PIP ട്രാക്ക് എന്ന് പറയുന്നത്, അതിപ്പോ നമുക്ക് വേറൊരു ട്രാക്ക് ഇതിന്റെ മുകളിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു സോറി ട്രാക്ക് ഇതിന്റെ മുകളിൽ ഇപ്പൊ ഇത് കണ്ടോ, ഈ ഒരു സംഭവം ഇത് കോപ്പി ആയിട്ട് ഇതിന്റെ മുകളിൽ വന്നത് കണ്ടോ. അപ്പോൾ സെയിം തന്നെ. ഇനി അതെല്ലാം നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വേറെ വീഡിയോ കൊടുക്കുന്ന രൂപത്തിൽ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കൊടുക്കണം. അപ്പോൾ ആ വീഡിയോ അവിടെ ഇതായിട്ട് വരും. ഇവിടെ മുകളിൽ ഈ ഒരു സ്ഥലത്ത് ഈ കാണുന്നതിലായിരുന്നു വരും. നമുക്ക് പറയണതിൻ്റെ ഒപ്പം എന്തെങ്കിലും ഒരു വിഷ്വൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ആ ഒരു ഇങ്ങനെ ചെറുതായിട്ട് കൊടുക്കാം. അതെല്ലാം അത് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കും. അപ്പോൾ വലുതായിട്ട് ഇതായിട്ട് വരും. പിന്നെ ഇതിലൊക്കെ ഒരു സംഭവം ചെയ്യാൻ ഉള്ള ഇത് എങ്ങനെയാ വെച്ചാല് ഇപ്പോ ഇവിടെ കണ്ടോ, ഏത് രൂപത്തിലാണ് ആ ഒരു നമ്മുടെ ക്ലിപ്പ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെ എല്ലാ വീഡിയോസും ചെയ്യാം. ഞാനിപ്പോ ഇത് ഒരു റീലിന്റെ സൈസിലാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പൊ ബാക്കിയുള്ള കണ്ടന്റുകൾ ഇപ്പൊ നമ്മളിവിടെ കാണിക്കുന്ന സംഭവങ്ങളും ആ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാവും. ഇതിപ്പോ ഇപ്പൊ ഈ സംഭവം കാണിക്കുന്ന ഞാൻ സ്ക്രീനിൽ ഇല്ലാതെ ഉള്ള രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഫുൾ സ്ക്രീൻ ആയിട്ട് കണ്ടോ. അപ്പൊ ആ ഒരു അടുത്തൊരു വിഷ്വല് അത് ഫുള്ളായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ല ഇത് രൂപത്തിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ക്ലിപ്പും ആ രൂപത്തിൽ ആക്കാൻ നോക്കും. എന്നാൽ കുറച്ച് നല്ലൊരു വൃത്തിയിലുള്ള വീഡിയോ ആയിട്ട് വരും. പിന്നെ അതിനനുസരിച്ചിട്ട് അതിന്റെ ക്ലിപ്പുകൾ കാര്യങ്ങൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ സപ്പോസ് ഇവിടെ ഈ ഒരു ഇമേജ് വരികയാണ്. അപ്പൊ ഈ ഇമേജ് വരുമ്പോൾ നമുക്ക് എന്താണ് ഇതിന്റെ പിന്നെ ഈ ഇമേജ് ഇപ്പോൾ ഇതിങ്ങനെ പ്ലേ ചെയ്ത് പോവുകയാണ്. അപ്പൊ ഈ ഇമേജ് വരുമ്പോൾ എന്താണ് നമുക്കൊരു സൗണ്ട് വേണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ വരിക ഈ അതിന്റെ ഈ ഇതുണ്ടല്ലോ, ലൈൻ ഇതായിട്ടുണ്ടല്ലോ, അത് ക്ലിയർ ആയിട്ട് വെക്കുക. ക്ലിയർ ആയിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഓഡിയോയിൽ വരിക, എഫക്റ്റിൽ വരിക, പിന്നെ നമ്മൾ ഏതാണ് ഫണ്ണി അല്ലെങ്കിൽ ഏതാണ് നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, യൂസ് കൊടുക്കുക. അപ്പോൾ ഉണ്ടോ ഈ ഒരു ക്ലിപ്പ് വരുന്നതിന് അനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആയിരിക്കും ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ. ഈ വീഡിയോ നോക്കിയിട്ട് തന്നെ ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു, അപ്പോൾ അതിന് അനുസരിച്ചിട്ട് അത് ഇതായി കൊടുക്കുക.
ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അതിൽ നമ്മളെ വീഡിയോന്റെ ലെങ്ത് കൊടുക്കുന്നതിനോട് കൂട്ടി കൊടുക്കാൻ പറ്റുമോ? ഏത് ഹൈ ഈ എഫക്ട്. ഓഡിയോ ആ അതാ ഒരു ഓഡിയോക്ക് എത്ര ലെങ്ത് ഉണ്ട് അതിനനുസരിച്ചിട്ട് കിട്ടാൻ പറ്റും. അതാ കിട്ടൂല്ലേ? ഇതിന് കണ്ടോ ഇതിപ്പോ ഒരു ജസ്റ്റ് ഓയ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു ജസ്റ്റ് ഒരു ഒറ്റ സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ അത്രേ അത് ഇതാവണുള്ളൂ. ഓക്കെ. ഓക്കെ. അങ്ങനെ ആണ് ഇതിന്റെ സംഭവങ്ങൾ. ഈ മുകളിൽ കണ്ടോ ഇപ്പൊ ഇവിടെ ഒരു 9:16 ആ സംഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ സെറ്റിംഗ്സ് ആണ്. അതായത് ഇതിന്റെ ഒരു ഫ്രെയിം, ഇപ്പൊ ഈ ഒരു സംഭവത്തിന്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഇതിപ്പോ അതിനനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ വീഡിയോ അതിനനുസരിച്ച് ഇതായിക്കോളും. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു 1:1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറെ സംഭവങ്ങൾ അതിൽ കട്ടായി പോകും. ഉണ്ടോ? ശരിക്ക് കട്ടായി പോയി എന്റെ അടിയിൽ നിന്നുള്ള ഇതൊക്കെ ആയിട്ട്. അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാൻ അതെല്ലാം നിങ്ങൾക്ക് ഒരു റീലിലെടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ സ്ക്രീൻ ആയിരിക്കണം, ഇതുപോലെ കിട്ടും. അപ്പൊ അത് ഫുള്ളായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിലാണ് ഈ ഒരു 9:16 എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് ഇതായിരിക്കണം. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഓരോ വീഡിയോയുടെ സൈസ് അനുസരിച്ചിട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു 16:9 എന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ സൈസാണ്. ഇതിപ്പോ ഞാൻ ഇങ്ങനെ എടുത്ത വീഡിയോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇതും ഉണ്ടാവില്ല. അതാണ് ഇപ്പൊ ഇത് കണ്ടോ പകുതി കട്ടായിട്ട് വന്നത്. അത് ഇങ്ങനെ ആയിരിക്കും വരിക. പിന്നെ ഞാൻ സൂം കുറച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും. അപ്പോൾ അത് തീരെയും ഒരു പണ ലുക്ക് ഉണ്ടാവില്ല. കാരണം രണ്ട് സൈഡിലും ഇവിടെ ബ്ലാക്ക് അടിച്ചുകൊണ്ടേ. അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കുക പിന്നെ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. ഇതിപ്പോ 9:16 കൊടുത്താലാണ് അതിന്റെ ഒരു ഫുൾ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ അത് സൂം കുറഞ്ഞു പോയി. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉള്ള പറ്റും. അപ്പൊ ഈ ഒരു ഇതിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് കറക്റ്റ് അതിന്റെ ഇത് കിട്ടും. പിന്നെ ഇവിടെ ഓരോ സൈസുകളുണ്ട്. 4:5 അതും ഇൻസ്റ്റാഗ്രാമിൽ ഉപയോഗിക്കുന്നതാണ്. 2:3, 3:4. നേരത്തെ നമ്മൾ മുന്നേ പറഞ്ഞ ഒരു സംഭവം തന്നെ, മറ്റുള്ളതിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സെയിം തന്നെ ഇതിലും വരുന്നത്. ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം. പിന്നെ പലതിലും പല രൂപത്തിലുള്ള ഓപ്ഷൻസ് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് മൂന്നും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ എവിടെ എങ്ങനെ നിന്നിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം, അപ്പൊ തന്നെ ഇടാൻ ഉള്ളത് പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ ഒരു സൈറ്റിലൊക്കെ പോകുമ്പോൾ വേറെ വീഡിയോ എടുത്ത് വരേണ്ട അല്ലെങ്കിൽ ഇതാക്കേണ്ട ആവശ്യമില്ല. അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് തന്നെ എഡിറ്റ് ചെയ്യാം, അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യാം. വേറെ ഇപ്പൊ ഒന്നുമില്ല. ഇതിന് നമ്മൾ എന്താ വേണ്ടത്, ആദ്യം 1-2 ഫയലുകൾ റെഡിയാക്കി വെക്കും. ഇപ്പോൾ ഞാനിപ്പോ എൻ്റെ ഈ താഴെ കാണുന്ന ഒരു ഫയൽ ഉണ്ട്. ഇത് ഞാൻ ഫോട്ടോഷോപ്പിൽ ഇതാക്കിയാണ്. ഞാൻ അതല്ലാണ്ട് ഈ ക്യാൻവയിൽ നമുക്ക് ഇതേപോലെയുള്ള കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഇന്ന് കൊടുത്തൊരു നമ്പർ അതെന്താ വൃത്തിയായിട്ട് നമുക്ക് ക്യാൻവയിലോ ഇതിൽ ഇട്ട് അത് ഫിക്സഡ് ആയിട്ട് ഇടുക. അതൊരു ഇമേജ് ആയിട്ട് നമുക്ക് ഫോണിൽ സേവ് ചെയ്തിട്ട് ഫോണിലോ ലാപ്ടോപ്പിലൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ അതും പിന്നെ ലോഗോ ഉണ്ടെങ്കിൽ ആ ലോഗോയും. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ സംഭവം എല്ലാത്തിലും നമുക്കത് സെയിം തന്നെയാണ് വരുന്നത്. എവിടെ ഇപ്പൊ നമ്മൾ കോൺടാക്ട് നമ്പറോ അല്ലെങ്കിൽ ലോഗോ മാറണമൊന്നുമില്ലല്ലോ. അപ്പൊ അത് ജസ്റ്റ് ഇപ്പോ ഇതുപോലെ ഞാനിപ്പോ എന്താണ് ഈ ഒരു പിക്ചർ ആഡ് ചെയ്യുന്ന പോലെ ഇവിടെ വരിക. അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഏതാണ് കോൺടാക്ട് നമ്പർ വെച്ചാൽ സപ്പോസ് ഇപ്പോൾ ഇത് കോൺടാക്ട് നമ്പർ ആണെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അവിടെ കൊണ്ടുപോയി വെക്കുക. ആ വീഡിയോയിൽ എന്തെങ്കിലും കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സംഭവം ചെയ്യേണ്ടത്. ലോഗോ ആണെങ്കിൽ ലോഗോ വെച്ച് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യാം, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ഒന്നും അധികം ഒന്നും ചെയ്യാനില്ല. ഈ സംഭവങ്ങൾ തന്നെ എഫക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇപ്പോ കാര്യങ്ങൾ ഇടാണെന്നുണ്ടെങ്കിൽ അത് ഇടുക. പിന്നെ ഇപ്പോൾ വോയിസ് ഓവർ കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുമ്പോൾ വോയിസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നത്തെ ഇതുള്ളൂ. എല്ലാം ചെയ്യാം. മുകളിൽ വരിക, ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഔട്ട്പുട്ട് എടുക്കുക. അപ്പോൾ ഇത് വീഡിയോ ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോക്ക് വേറെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല.
വേറെ എന്ത് ചെയ്തിട്ടും ഇതിൽ യാതൊരു കാര്യമില്ല മാർക്കറ്റിങ്ങിൽ. വീഡിയോ മാക്സിമം ചെയ്തിട്ട് തന്നെ കാര്യമുള്ളൂ. കാരണം ആളുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് വീഡിയോക്ക് വഴിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇടുകയാണ്, റീൽസ് ആണ്, അത് ഓർഗാനിക് ആയിട്ട് മറ്റുള്ളവർക്ക് എത്തണമെന്ന് വീഡിയോ ത്രൂ എത്തുള്ളൂ. ഒരു 2 പോസ്റ്റർ ഇട്ടുകൊണ്ടോ ഇതാക്കിയോണ്ടോ കാര്യമില്ല. ഇൻസ്റ്റഗ്രാമിലും ആ ഒരു രൂപത്തിൽ തന്നെ റീൽസ് വീഡിയോ ആണ്, എന്നാലേ മറ്റുള്ളവർക്ക് എത്തുള്ളൂ. യൂട്യൂബിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും അത് വീഡിയോ നിർബന്ധമാണ്. അല്ല, ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പിന്നെ പെയ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ചെയ്യാം. അതിലേക്ക് നമുക്ക് പോകുന്നതിന്റെ മുമ്പ് അതിനൊപ്പം ചെയ്യേണ്ട കാര്യമാണ് ഇത്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് കുറെ എക്സ്പെൻസ് കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. ചെലവ് കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ കുറെ ഇത് കണ്ടിട്ട് തന്നെ ആളുകൾ നമ്മളെ ഫോളോ ചെയ്യാനും പിന്നെ ബിസിനസ് അന്വേഷിക്കാനും അതിനും ഇതിനൊക്കെ ഇതായിക്കൊണ്ടിരിക്കും. അപ്പൊ അത്രയും പ്രസക്തി ഉണ്ട് വീഡിയോ. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും വീഡിയോ ചെയ്യാനും അത് പിന്നെ എഡിറ്റ് ചെയ്യാനും ഇതിനെല്ലാം പഠിപ്പിച്ചു ഇതായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയും പിന്നെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. അല്ലാതെ ഇപ്പൊ എനിക്ക് ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് ആഡ് ഇതാണ് അതാണ് ഇത് പറഞ്ഞിട്ട് പോകാൻ പറ്റുന്ന ഒരു സംഭവം. പക്ഷെ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കണ്ടന്റ്, അത് വീഡിയോ കണ്ടന്റ് എന്നുള്ള ഇതായിട്ട്. അപ്പൊ അത് ചെയ്യുക, മാക്സിമം ചെയ്തു കൊടുക്കുക. പിന്നെ ഈ റൊട്ടേറ്റ് ഫ്ലിപ്പ് ഇതൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് കണ്ടോ, അത് മിറർ അടിച്ചപ്പോൾ അതിന്റെ ഒരു ഇത് തിരിഞ്ഞു വന്നു. അപ്പൊ ഒരു ഫ്ലിപ്പ് ആണെങ്കിൽ അതും നേരെ ഫ്ലിപ്പായിട്ട് വരുന്ന രൂപം. ഇതൊന്നും ആവശ്യം ഇതായിട്ട് വരുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടോ, ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് ഞാൻ ഇതിന്റെ സോറി ഇത് വീഡിയോ സെലക്ട് ചെയ്ത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഫ്രീസ് ആണ് പിന്നെ കുറച്ച് നമുക്ക് അതിപ്പോ ഒരു ക്ലിപ്പ് നമ്മൾ പ്ലേ ചെയ്യുന്ന ഇടയിൽ ഒന്നും ഇല്ലാതെ അങ്ങനെ നിൽക്കുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എവിടെയാണ് നമുക്ക് കൊടുക്കേണ്ടത് വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് ഈ ഒരു മാർക്കർ പ്ലേസ് ചെയ്യാം. അത് കട്ട് ഇതായി കൊടുക്കുക, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ഫ്രീസും കൊടുക്കാം. അപ്പൊ ആ ഒരു ക്ലിപ്പ് ഫ്രീസ് ആയി പോകും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ ഇതാകാൻ പറ്റും. ക്യാൻവയിൽ അത്ര വലിയൊരു സംഭവം ഇതുപോലെ ഒന്നും ചെയ്യാനുള്ള, ജസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം, അതിൽ എന്തെങ്കിലും ഒരു കാര്യം വെക്കുക, ഇപ്പോൾ നമ്പർ പ്ലേസ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കുക എന്നുള്ളതായിട്ട്. ചിലപ്പോൾ കുറച്ചുകൂടി അധികം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഇത് യൂസ് ചെയ്താൽ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് അല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇത്ര ഇപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റിങ്ങിന്റെ ഇതൊക്കെ വരുന്നുള്ളൂ. പിന്നെ
നമുക്ക് എന്താണ് ഭയങ്കര പ്രൊഫഷണൽ അല്ലെങ്കിൽ ഭയങ്കര ഇതൊക്കെ കൊടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഗ്രാജുവലി ചെയ്താൽ മതി. ഇതില് ചെയ്ത് ഇതാക്കി അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കൂടുതൽ ഇതൊക്കെ വരികയാണെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ പിന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതിൽ തന്നെ അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗ്ലിച്ച് കാര്യങ്ങളൊക്കെ മിക്ക ആളുകളും വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തുന്ന കാര്യമാണ്. എഫക്റ്റ് ഇതൊക്കെ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു വീഡിയോക്ക് ഒരു ഇത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള സംഭവം ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബ്ലർ ഇതൊക്കെ ആയിട്ട് ഈ ഒരു ബ്ലർ ഞാൻ സെലക്ട് ചെയ്യണം. മിക്ക ആളുകളും ഒരു വീഡിയോന്റെ ഫസ്റ്റിലൊക്കെ കൊടുക്കാറുണ്ട്. ഒരു ഓപ്പണിങ് സമയത്ത് അപ്പൊ അതിന്റെ ലെങ്ത് എത്ര വേണ്ട വെച്ചാൽ നമുക്ക് ഇതായി കൊടുക്കാൻ പറ്റും. ഇവിടെ കൂട്ടാനും കുറക്കാനൊക്കെ ഇത് മിക്ക ഇപ്പോഴും കാണുന്ന ഒരു ട്രെൻഡാണ്. ഇപ്പോൾ വീഡിയോന്റെ ഫസ്റ്റ് ഒരു ബ്ലർ ആയിട്ടുള്ള റൊട്ടേഷന് അങ്ങനത്തെ സ്പ്ലിറ്റ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതായിട്ട് പക്ഷെ ഇതിൻ്റെ ഒന്നും ഇതൊക്കെ ഒരു ഇതിൽ ആവശ്യമില്ലാത്തൊരു ഇതാണ്. ഒരു സ്നോഫോള് ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുക, വീഡിയോന്റെ ആവശ്യത്തിനനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിന്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ കൂട്ടാനും കുറക്കാനും ഉള്ള രൂപത്തിലൊക്കെ 1x 1.5x ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കോഡിങ് സ്റ്റാർട്ട് ആയിട്ട് അങ്ങനെ കൂടി പോകും. ഞാൻ നല്ലൊരു കെർവ് രൂപത്തിൽ നമുക്ക് കുറച്ചൊരു ചില സ്ഥലത്ത് സ്ലോ ആയിട്ട് ചില സ്ഥലത്ത് പിന്നെ സ്പീഡൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു പ്ലസ് കോഡിങ് സ്റ്റാർട്ട് ആയിട്ട് അങ്ങനെ അങ്ങനെ അതിനനുസരിച്ചിട്ട് കൂട്ടാനും കുറക്കാനും ഒക്കെ വെച്ച് കൊടുത്തത്. ഇവിടെ സ്ലോ ആയി, ഇവിടെയൊക്കെ സ്ലോ ആയി. ഈ ഒരു സെൻറ്റർ ഇതിലേക്ക് എത്തുമ്പോഴാണത് നോർമൽ സ്പീഡിലാവുക. നമുക്കിവിടെ മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെന്നത് ഇതെല്ലാം ഇപ്പോൾ ഈ ഒരു സെൻട്രൽ ലൈനിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു കോമൺ അല്ലെങ്കിൽ ഒരു നോർമൽ വീഡിയോന്റെ സ്പീഡായി ഇതായി. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോകളൊന്നും നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഇതിന്റെ വോളിയം കൂട്ടണം കുറക്കണം എന്നുള്ളതിലൊക്കെയാണ് ഈ ഒരു സംഭവം ഇതായിട്ട് വരുന്നത്. അതുപോലെ ക്രോപ്പ് അതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഒരു ഇത് എന്തെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ജസ്റ്റ് സൂം ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക, ഇതാക്കിയിട്ട് ഇത് മാത്രം മതി എന്നൊക്കെ. നമുക്ക് ചില വീഡിയോയിലൊക്കെ കണ്ടല്ലോ കുറച്ച് സൂം ഒക്കെ ആയിട്ട് കൊടുത്തത്. ഇപ്പോൾ ഇതിൽ പിന്നെ ഈ രൂപത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ക്യാൻവാസ് സെലക്ട് ചെയ്യുന്ന രൂപം. പിന്നെ ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പൊ ഈ മുകളിൽ ടോപ്പിൽ കാണുന്ന ഈ ഒരു ഡൗൺലോഡ് അപ്ലോഡ് ബട്ടൺ ഇത് കൊടുക്കുക. നമുക്ക് എത്രയാണോ അതിന്റെ ക്വാളിറ്റി സംഭവങ്ങൾ ഇതൊക്കെ വേണ്ടത്. സാധാരണ ഇപ്പൊ നമ്മൾ ഒരു റെസൊല്യൂഷൻ ഒരു 180p എന്നുള്ള രൂപത്തിലാണ് ചെയ്യുക. അതെല്ലാം നമുക്ക് ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി വേണ്ട ഇപ്പോൾ 4K അല്ലെങ്കിൽ 2.K 2.7K ഇതൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യാൻ പറ്റും. കൊടുക്കുക. ബിറ്റ് റേറ്റ് ഒന്നും മാറ്റണ്ട, ഫ്രെയിം റേറ്റ് ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ സേവ് ആയിട്ട് വരും. ഈ രൂപത്തിൽ അങ്ങനെ കാണിക്കും. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഡൗൺ അത് സേവ് ചെയ്തൊരു പെർസെൻറ്റേജ്.
ഇത് കുറെ സമയം എടുക്കും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ? ഇല്ല, അതിലില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ചെയ്ത് നോക്ക്. ഒരു കുറച്ച് വീഡിയോസ് എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇതിൽ ചെയ്യേ. മറ്റേ ഓക്കെ വീഡിയോ മാത്രം ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം വീഡിയോ ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇത് തരാൻ കഴിയില്ല. തരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഒറിജിനാലിറ്റി മിക്ക വീഡിയോയിലും വേണം എന്നുള്ളതാണ്. ഓക്കെ. നിങ്ങളിപ്പോ എവിടെയൊക്കെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്? പ്രൊജക്റ്റ് ഇപ്പം ഒന്ന് മണ്ണാർക്കാട് ഉണ്ട്, നിങ്ങളെ നാട്ടിലുണ്ട്, പട്ടാമ്പി ഉണ്ട്. ഇപ്പൊ ഇന്റീരിയർ അത് ഓൾറെഡി ഒന്ന് ഇതായതായിരുന്നു. ഷാഫി എന്ന മൂപ്പറയും പേര്. ആ അവിടെ ഇപ്പം എന്നിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. അതിപ്പോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരി. ആ ആ പിന്നിപ്പം നടക്കുന്നത് ഒന്ന് മണ്ണാർക്കാട്, കണ്ണൂര്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അതിന്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് പ്രസന്റ് ചെയ്യുന്ന രൂപത്തിലോ അല്ലെങ്കിൽ ഫേസ് ഉണ്ടായിട്ടും ഇല്ലായിട്ടൊക്കെ. അപ്പൊ എങ്ങനെയാലും ഇപ്പൊ നിങ്ങൾക്ക് ഒരു സൈറ്റിൽ നിന്ന് ഇഷ്ടംപോലെ വീഡിയോ കിട്ടുമല്ലോ. അതെ അതെ. ഒന്നാമത്തെ വീഡിയോ എടുത്തിട്ടുള്ളൊരു ഇതില്ല, ആ പ്രശ്നം. വീഡിയോ എടുത്തിട്ടില്ല, അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഇന്ന് അതിലേക്ക് സ്റ്റെപ്പ് ചെയ്ത് വെച്ച് നാളെ എന്താണ് അടുത്ത ഓരോരോ സ്റ്റെപ്പ് വെച്ച് പോകുമ്പോഴത്തെ ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൽ ഇതാവും. എക്സ്പേർട്ട് ആയില്ല പിന്നെ പെർഫെക്റ്റ് ആവും. ഓക്കെ ഓക്കെ പക്ഷെ ഇതുവരെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു നിന്ന് കഴിഞ്ഞാല് എന്താണ് ഈ ഒരു നൃത്തം തന്നെ എന്നും നിൽക്കേണ്ടി വരും. ഓക്കെ. ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന വീഡിയോ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇതായിട്ടൊന്നും അല്ല. ഇത് ഞാന് 2-3 കൊല്ലം ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഓരോ ദിവസവും എന്താണ് നമുക്ക് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പിന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് വരുത്തിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഓക്കെ. വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതില് തീരെ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നും നമ്മൾ ആ സീറോയിൽ നിന്നിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോ നിങ്ങൾ ഫോൺ എടുക്കുക, കൊണ്ടുപോവുക, ഒരു മൈക്ക് പിന്നെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആണ്. അതുപോലെ ഇതേപോലെ ഒരു പിന്നെ സെൽഫി സ്റ്റിക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി എന്താ വെച്ചാല് ഫോണ് നന്നായിട്ട് സ്റ്റേബിൾ ആയിട്ട് ഷെയ്ക്ക് ആവാണ്ട് ഇതൊക്കെ നിൽക്കും. ഇത് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ആ ഇത് ചെയ്ത് കഴിഞ്ഞാല്. ഇനിയിപ്പോ ഫോണ് നിങ്ങൾക്ക് ശരിക്കും പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പിടിക്കാൻ പറ്റും. ഇപ്പൊ സ്റ്റിക്കിന് എത്ര വരുന്നുണ്ട്? ഇതിനാകെ എത്ര ഇത് പലതും പല ഇതുണ്ട്. ഇപ്പൊ ഞാൻ ഇത് റെഡ്മിയുടെ ഷവോമിയുടെ 1200 അങ്ങനത്തെ വന്നായിരുന്നു. മൈക്ക് പലതും പല രൂപത്തിൽ. ഞാൻ ഇത് ഇപ്പൊ 1 വർഷം മുമ്പ് വാങ്ങിയതാ. ഇത് എത്ര 15,000 തെറ്റ്. അത് ഞാൻ 2 ഉള്ള സംഭവമാണ്. ഇപ്പൊ ക്യാമറയിലും പിന്നെ ഏതിലും മൾട്ടിപ്പിൾ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അത് എത്ര 19,000 കാണുന്നത്. ഇന്നലെ ഞാൻ ഒരാൾക്ക് വേണ്ടി ചെക്ക് ചെയ്തു. ഇതല്ലാതെ ഇതിന് കുറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഓഡിയോ ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് ഇതാവുന്നത്. നമ്മൾ ഫോൺ എടുത്തിട്ട് മാത്രം ഇതാക്കുമ്പോൾ വെച്ചാൽ അതിൽ ഓഡിയോ ക്വാളിറ്റി വളരെ ലോ ആയി. അപ്പോ വയർലെസ് ഇതാവുമ്പോൾ നമുക്ക് മൂവ്മെന്റ് വളരെ സിമ്പിൾ ആയിട്ടും, പിന്നെ അല്ലാണ്ട് ഈ വയർഡ് മൈക്കൊക്കെ പക്ഷെ അതൊരു അത്ര ഒരു നമുക്ക് യൂസ് ചെയ്യാൻ ഒരു ഇതുണ്ടാവില്ല മാത്രം. ഇപ്പോ എന്താ പറയാ, ഈ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഹോളി ലാൻഡിന്റെ ഒരു മൈക്ക്, ഇത് വരുന്നത് ഒരു സംഭവം 20,000 റുപ്യതായിട്ടാണ്. ഇവര് തന്നെ വേറൊരു മൈക്ക് ഉണ്ടായിരുന്നു. RK-MTS ഈ ഒരു മൈക്ക് മിനി കോംബോ മൊബൈൽ വെർഷൻ. ഈ ഒരു മൊബൈൽ വെർഷൻ എടുത്താലും മതി. നമുക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ അവൈലബിൾ അല്ല, ഇത് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും. ഇത് നല്ല ക്വാളിറ്റിയാണ് പറയുന്നേക്കാം. ഇപ്പോൾ ഇറങ്ങിയതിലുള്ള ഏറ്റവും സൈസ് കുറഞ്ഞ മൈക്കുകളാണ് ഇതെല്ലാം. മറ്റതൊക്കെ വളരെയധികം വലിയ സൈസ് വരുന്നത്. ഇനി അതെല്ലാം
ഉണ്ടെങ്കിൽ മറ്റേ ഇതിന്റെ കാണുന്നു, ഇതൊരു കമ്പനി, എന്താണ് അതിന്റെ പേര്, ഡിജിടെക് വന്നിട്ട് എന്തായിട്ട്, ഡിജിടെക് മൈക്ക്, വയർലെസ് മൈക്ക്, ഇത് കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഈ ഒരു മൈക്കും അല്ലെങ്കിൽ പിന്നെ ഈ മൈക്ക് തോന്നുന്നുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ഒരു എത്രയാണ്, 4000 റുപ്യ. പക്ഷെ ഇത് രണ്ടാളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നല്ലൊരു ഇതാണ് എന്ന് മാത്രം. അപ്പൊ വീഡിയോ ചെയ്യുക, വീഡിയോ മാക്സിമം ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മൈക്കൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇതും കുറെ ആളുകൾ യൂസ് ചെയ്യുന്ന കാണാം. അപ്പോ ഇത് ചെയ്യാം, വീഡിയോ മാക്സിമം ചെയ്യാം. വീഡിയോ മാക്സിമം ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതിൽ ആക്റ്റീവ് ആവുക, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക. അതിൻ്റെ ഒപ്പമാണ് പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഇതുള്ളൂ. അല്ലാണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് കാശ് ആഡിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ഇതാവും. കാരണം പ്രത്യേകിച്ച് നിങ്ങളുടെ ഫീൽഡ് ഇപ്പോൾ ഇന്റീരിയർ, അതുപോലെ എന്താ പറയാ, കൺസ്ട്രക്ഷനിലൊക്കെ നന്നായിട്ട് വ്യൂ, അതുപോലെ നന്നായിട്ട് ആളുകൾ നോക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ വീഡിയോക്ക് നല്ല ഇമ്പോർട്ടൻസ് ഇതുണ്ട്. പിന്നെ നിങ്ങളെ മുന്നേ ചെയ്ത വർക്കുകൾ അല്ലെങ്കിൽ അത് ഇത് ആളുകൾ ചോദിക്കുമ്പോൾ വീഡിയോ ആണ് അവിടെ കൂടുതൽ ഇത് വരുന്നത്. അപ്പോ വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ അല്ല, തിങ്കളാഴ്ച അല്ല, ചൊവ്വാഴ്ച ആയിട്ട് നമുക്ക് ഈ ഒരു ഫേസ്ബുക്ക് ആഡ് ഇതാക്കി തുടങ്ങാം. കാരണം ഞാനെന്താ വെച്ചാൽ വീഡിയോസ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മറ്റ് ഇതിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഇതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ. എന്നാ വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ. ഇന്ന് എന്തായാലും നിങ്ങൾ ചെയ്ത പിന്നെ ഇതുണ്ടല്ലോ, അത് നന്നായിട്ടുണ്ട്. മറ്റേ എന്താ പറയാ, പിന്നെ